നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ്. ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ്, പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ്. അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട്, വേണ്ട 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസ് പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിൽനയും പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട. കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് ലിസ്റ്റിഞ്ചി പറയാൻ തുടങ്ങി. ഇത് നോക്കൂ, നമുക്കൊരു 10 മിനിറ്റ് ഒരു പോസാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വാർത്തയാവും, ഇതാവും, സംഭവമാണ്, ഇതൊന്ന് ഇടണം, അല്ല നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇടാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കംഫർട്ടബിളായി. സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ മനോരോഗിയല്ലേ, ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ്, എല്ലാവരും വൈദ്യന്മാരാണ്. പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട്. എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിന് സമ്മതിപ്പിച്ചത് പോലും. നന്നായിരുന്നു, വെരി നൈസ് എക്സ്പീരിയൻസ്. ഈ ഇടി കുടുംബം, ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട്, ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടി കുടുംബം, മുഴുവൻ കുടുംബം കൊള്ളാം. പിന്നെ ഇതിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ, കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ, എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ ഡീസൻ്റായി. പിന്നെ ഈ സിറ്റിയിൽ കയറി വരുമ്പോൾ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറിൽ വലിയ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ. താങ്ക് യു. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സുരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് കുറേ പടത്തിലൊക്കെ കണ്ടതാണ്, പക്ഷെ ഇതിലൊരു വേറൊരു ലെവൽ എക്സ്ട്രാ ഡീസൻസിയാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് നോക്കിക്കൊണ്ടിരുന്നു പോകും. അതുവരെ he is an extra unpredictable performer and it is my honor to share the screen with him as his mother. Thank you.